നമസ്കാരം. ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ സൂര്യദേവനെയും ശനിദേവനെയും പുത്രനും അതേപോലെ തന്നെ പിതാവുമായാണ് കണക്കാക്കുന്നത്. അതായത് സൂര്യദേവൻ പിതാവും ശനിദേവൻ പുത്രനുമായി കണക്കാക്കുന്നു. എങ്കിലും ഇരു ഗ്രഹങ്ങൾക്കുമിടയിലുള്ളത് ശത്രുതാഭാവം തന്നെയാണ്. കർമ്മഫലദാതാവായ ശനി വ്യക്തിയുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലമാണ് നൽകുന്നത്. 2.5 വർഷം കൂടുമ്പോഴാണ് ശനി രാശി മാറുന്നത് എന്ന കാര്യവും ഓർക്കുക. അതിനാൽ രാശിചക്രത്തിൽ എല്ലാ രാശികളിലുമുള്ള സഞ്ചാരം പൂർത്തിയാക്കുവാൻ ശനിക്ക് 30 വർഷങ്ങൾ തന്നെ വേണ്ടിവരും. എങ്കിലും ഈ ഗ്രഹം അടിക്കടി സ്ഥിതികൾ മാറാറുമുണ്ട്. ശനിയിൽ നിന്നും വ്യത്യസ്തമായി സൂര്യൻ ഏതാണ്ട് എല്ലാ മാസവും രാശി മാറാറുള്ളതാകുന്നു. അതിനാൽ തന്നെ സൂര്യന്റെ രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നതുമാണ്. ഓഗസ്റ്റിൽ നോക്കുകയാണ് എങ്കിൽ സൂര്യൻ സ്വരാശിയായ ചിങ്ങത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. ശനിയാണ് എങ്കിൽ തന്റെ മൂല ത്രികോണ രാശിയായ കുംഭത്തിലുമാണ്. അങ്ങനെ ഈ 2 ഗ്രഹങ്ങളും അവരുടെ സ്വരാശിയിൽ മുഖാമുഖമായി വരുന്ന സ്ഥിതി ആണ് ഉണ്ടാകാൻ പോകുന്നത്. അതിനാൽ ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് ഇടവം രാശിയാകുന്നു. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യന്റെയും ശനിയുടെയും സ്ഥിതി അനുകൂലമായി മാറുന്നതാണ്. അതിനാൽ തന്നെ ഇടവത്തിൽ വ്യാഴവും ചൊവ്വയും സ്ഥിതി ചെയ്യുന്നുണ്ട്. സൂര്യൻ 4ാം ഭാവത്തിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ രാശിയിൽ ജനിച്ചവർക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജീവിതത്തിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പലവിധ ദുഃഖങ്ങളുണ്ട് എങ്കിൽ പോലും സന്തോഷം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് ഇത്. കരിയറുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ പലവിധ അഭിവൃദ്ധി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് വളരെയധികം അംഗീകാരങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം ഉത്തരവാദിത്തങ്ങൾ അത് ശരിയായ രീതിയിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അത് ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശമ്പളം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ആഗ്രഹത്തിനനുസരിച്ച് ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ വാഹനം, പ്രോപ്പർട്ടി തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു. കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സന്തോഷകരമായ ചില നിമിഷങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരും. സമൂഹത്തിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ നിമിഷങ്ങൾ കടന്നു വരാം. ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് സന്തോഷം നിലനിർത്തുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത. അതിനാൽ തന്നെ ഈ സമയം അത്തരം കാര്യങ്ങൾ ശ്രദ്ധാപൂർവം വീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. അതിനാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അത് ഇരട്ടി ഫലം ജീവിതത്തിലേക്ക് കൊണ്ടുവരും. ചിങ്ങം രാശിയിലേക്കാണ് സൂര്യൻ വന്നെത്തുന്നത്. ശനി അരികിലെത്തുന്നത് ചിങ്ങം രാശിക്കാർക്ക് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന കാര്യവും ഓർക്കുക. കരിയറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. കരിയറുമായി ബന്ധപ്പെട്ട് ചില നേട്ടങ്ങൾ വന്നു ചേരാം. വളരെ കാലമായി നിങ്ങളെ അലട്ടുന്നതായ പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് തയ്യാറെടുക്കുന്നവർക്ക് അല്പം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആകസ്മികമായ ധനലാഭമാണ് നിങ്ങൾക്ക് വന്നു ചേരുക. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക. സന്തോഷകരമായ വാർത്തകൾ കേൾക്കുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് അല്ലെങ്കിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പങ്കാളിയുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുക, ബിസിനസ്സിൽ നിന്നും ലാഭം വന്നു ചേരുക,
തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്ന സമയം തന്നെയാകുന്നു. അതിനാൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. പലവിധ പ്രശ്നങ്ങളാൽ മനസ്സ് പലവിധ വിഷമങ്ങൾ ഉണ്ടായിരുന്നു, അഥവാ വിഷമത്തിൽ അകപ്പെട്ടിരിക്കുന്നതായ അവസ്ഥയിലായിരുന്നു. എന്നിരുന്നാൽ പോലും അതെല്ലാം തരണം ചെയ്ത് സന്തോഷം ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ സാധിക്കുന്ന സമയമാണ്. തീർച്ചയായും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. വൃശ്ചികം രാശിക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ രാശിയിൽ സൂര്യൻ 10ാമത്തെ ഭാവത്തിലേക്കാണ് എത്തുന്നത്. അതിനാൽ തന്നെ കരിയറുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കാരണം കരിയറിനെ പ്രതിനിധാനം ചെയ്യുന്ന ഭാവം കൂടിയാണ് ഇത്. അതിനാൽ ശനി 4ാം ഭാവത്തിലാണ് ഉള്ളത്. അതായത് ഇവിടെ ശനി 4ാം ഭാവത്തിലാണ് ഉള്ളത്. അതിനാൽ സൂര്യന്റെയും ശനിയുടെയും പ്രഭാവം ഈ സമയം വൃശ്ചികം രാശിക്കാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ നൽകും. പ്രത്യേകിച്ചും വിദേശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാം. വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ലാഭം വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. മികച്ച അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങളുടെ കൈവശം വന്നു ചേരും. അത് സ്വത്താണ് എങ്കിൽ പോലും കൈവശം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വിധി നേടുവാൻ സാധിക്കുന്നതായ സമയം. കൂടാതെ ഈ സമയം സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. തൊഴിലിൽ ഉയർച്ച, ബിസിനസ് പരമായി അല്പം നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, അനുഭവിച്ചിരുന്നതായ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോവുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. അതിനാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങളിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു ചേരാം. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അതിനാൽ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. എന്നാൽ ശരിയായ രീതിയിൽ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്തില്ല എങ്കിൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവിധ ദുരിതങ്ങൾ വന്നു ചേരും. പ്രധാനമായും കടബാധ്യതകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അതിനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അത് ശരിയായ രീതിയിൽ നിങ്ങൾ വിനിയോഗിക്കേണ്ടത് അനിവാര്യമാകുന്നു. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രത്യേകമായ തീരുമാനങ്ങൾ, പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുടെ ജോലിക്കാര്യം, പഠിപ്പ് തുടങ്ങിയ കാര്യങ്ങളിൽ ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. അതായത് അനുകൂലമായ ചില തീരുമാനങ്ങൾ എടുക്കുകയും അത് ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ചില വിഷമങ്ങൾ അത് ഒഴിവാക്കുവാൻ സാധിക്കും. വിവാഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം. അനുകൂലമായ ചില ബന്ധങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അത്തരത്തിലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സമയമാണ്. എന്നാൽ ധന ഇടപാടുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം. ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പൊതുവിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് ഈ സമയം പ്രവർത്തിക്കുക.